ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനേ നീർദോശയായിട്ടാണ് വന്നേക്കുന്നത്. ഇത് മാംഗ്ലൂർ കർണാടക സൈഡിലുള്ളവരുടെ ഡിഷാണ്. നീർന്ന് വെച്ചാൽ വെള്ളം. ഇതിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, വെള്ളം പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ദോശ വെള്ളം പോലെ അല്ല കേട്ടോ, ബാറ്ററിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ രാത്രിയിൽ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണേ. രാവിലെ അത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എന്നിട്ട് വേണം അരച്ചെടുക്കാൻ. അരയ്ക്കുമ്പോൾ ഇപ്പോൾ 1 ഗ്ലാസ് പച്ചരിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കണം. ചിലർ തേങ്ങ ചേർക്കും, ചിലർ തേങ്ങ ചേർക്കത്തില്ല. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തേങ്ങ ചേർക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തേങ്ങ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് ഇവിടെ എടുത്തേക്കണം പച്ചരി. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കണം. തരി കാണാൻ പാടില്ല. എന്നിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ചേർത്തിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത്. ഞാൻ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, തരിയൊന്നുമില്ല. ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരെ കുറച്ചരിയിൽ പരീക്ഷിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുട്ടാലും തീരില്ലേ. ഞാൻ ഉപ്പും വെള്ളമെല്ലാം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു, നന്നായിട്ട് ഇളക്കി. എന്നിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ നല്ല വെള്ളം പോലെ ആയിരിക്കണം, എന്നാലും അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പരന്ന് വരത്തുള്ളൂ. അതിനുശേഷം നമുക്ക് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടത്തില്ല, അങ്ങനെ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ചുട്ടെടുക്കുവാണ്. ഞാനിവിടെ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുവാണേ. നമുക്ക് വെന്ത് വരുമ്പോൾ അത് ആ പാനിൽ നിന്ന് തന്നെ ദോശ വിട്ട് വരെ നമുക്കത് അന്നേരം ഇളക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയാണ് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ. എത്ര കഴിച്ചാലും നമുക്ക് മന്തിയും വരത്തില്ല. പിന്നെ വെജുകാർക്ക് കടലക്കറിയോ വെജ് കുറുമയോ എൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പഞ്ഞ് പോലെയാണ് അപ്പം ഇരിക്കുന്നത്, ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. ഇത് കണ്ടോ, എടുത്തപ്പം തന്നെ ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാവുള്ളേ. താങ്ക് യു ഫോർ വാച്ചിങ്.